നോമിനേറ്റ് ചെയ്ത് മുമ്പിൽ വന്ന് നീ കുത്തറിയാം. പക്ഷെ എനിക്ക് ഇത് എന്ത് ചെയ്യാനാ? ചിരിക്കുന്നെന്നും പറഞ്ഞു സംസാരിക്കുന്ന ഇത് ഗെയിം അല്ല. ഇത് നോമിനേറ്റ് ചെയ്യണോ? നോമിനേറ്റ് അവിടെ ഞങ്ങൾക്ക് 2 തരം 3 തരം അഭിപ്രായമാണ്. അവൻ ആക്റ്റീവ് അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലെന്ന് തന്നെ പറയും. എന്നും പറഞ്ഞ മുമ്പിൽ ചിരിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. ഇങ്ങനെ തെറ്റിയത് മുമ്പേ ഒക്കെ പറയും. എന്നൊരു നോമിനേറ്റ് ചെയ്യാൻ പാടില്ലേ? കുടുംബം ആലോചിച്ച് കളിച്ചു നീക്ക് എന്റെ പുറകെ കുത്തി ഫ്രണ്ട് ഒന്നും തിരിച്ചിട്ടില്ല. കേട്ടോ ഇത്ര നേരം കേട്ടോ നിന്നെ നോമിനേറ്റ് ചെയ്യും. ഇനി ചെയ്യും എന്ന് മനസ്സിലൂടെ ബാക്കിന്ന് കുത്തിയത് എവിടുന്നാ? ഞാൻ ബാക്കിന്ന് കുത്തിയത് എവിടുന്നാ? നീ കൂടെ പുറത്തിറങ്ങി നടക്കണ്ടേ? പക്ഷെ നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ നീ എന്തോ ഈ പറയുന്നേ? നീ പറയുന്നത് നീ സ്വയം ആലോചിക്ക്. നിന്നെ നോമിനേറ്റ് ചെയ്തോടെ? നിന്നോട് ചിരിക്കുന്ന മിണ്ടെന്ന് പറഞ്ഞ് നിന്നെ നോമിനേറ്റ് ചെയ്യണ്ടേ? നിന്നെ പിടിച്ചിരുത്തണോ? തിരിച്ച് കാലാക്കി നിൽക്കണം. എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞതിന്റെ അന്തക്ക് മനസ്സിലായെങ്കിൽ പൊക്കോ. ജനങ്ങൾ മനസ്സിലായിരുന്നു. ജനങ്ങൾക്ക് മനസ്സിലായിട്ടേ എന്താണ് പറഞ്ഞതിന്റെ പൊരുൾ ജനങ്ങൾക്ക് മനസ്സിലായിരുന്നു. അന്തസാരി നേർക്ക് തരാൻ 2 പേഴ്സണാലിറ്റി കാണിച്ചാണല്ലോ. എടാ നിന്നോട് ചിരിക്കുന്നോ അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്നോ പറഞ്ഞ് നിന്നെ നോമിനേറ്റ് ചെയ്യാൻ എനിക്ക് പാടില്ലേ? നിന്നെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് പാടില്ലേ? ടീമിന്റെ അകത്ത് നിൽക്കേണ്ട ന്യൂസ് പോയി പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ അത് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് പറയുന്നത് വ്യത്യാസമുണ്ട്. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. നിന്നോട് ചിരിക്കുന്ന പറഞ്ഞ് നിന്നെ നോമിനേറ്റ് വെച്ചിട്ട് അവനോടല്ല ഡീക്കാവുള്ളത്. എടാ നിന്നെ പറയുന്നത് എന്നെ നോമിനേഷൻ ചെയ്തു. നീ ഡയറക്റ്റ് കളിക്കുന്നത് പറഞ്ഞോണ്ടല്ലോ. അങ്ങനെ കളിക്കല്ലോ. കുത്തിയിട്ടില്ല ഋഷി. നീ ഒന്ന് ഇരുന്ന് ഞാൻ ബാക്കിന്ന് കുത്തിയിട്ടില്ല ഋഷി. നീ അത് പറയല്ലേ? ഞാൻ ബാക്കിന്ന് കുത്തിയിട്ടില്ല ഋഷി. ഞാൻ നിന്റെ ബാക്കിന്ന് കുത്തിയിട്ടില്ല ഋഷി. ഞങ്ങൾ ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഋഷി. ഒന്ന് പറയുന്ന മനസ്സിലാക്ക്. നോമിനേഷനല്ലേ ഋഷി? ഋഷി നീ ഇത്രയും പറഞ്ഞിട്ട് നീ ആയോണ്ടാ കേട്ട് നിൽക്കുന്നേ.
അല്ല ഇപ്പൊ എനിക്കാണ് ബാധിക്കുന്നത്. ഇല്ലടാ മക്കളേടാ കൺഫ്യൂഷനിലേക്ക് വരിക. അവനെങ്ങനെ ഇത്രയും റിയാക്ട് ചെയ്യണേ? നീ എന്നെ വിളിച്ചൊക്കെ കേട്ടോ? നീ എന്നെ വിളിച്ചതൊക്കെ കേട്ടോ? ഞാൻ കേട്ടു, അതാ ഞാൻ പറഞ്ഞത്. കരയില്ലേ? അവൻ എവിടുന്ന പുറമേന്ന് കുത്തിയേ? ഞാൻ അതിന് തന്നെ ഞാൻ എന്താ അവനോട് റിയാക്ട് ചെയ്യാത്തെ? അതെന്നെ പറഞ്ഞേക്ക് നീ കേട്ടോ? ഞാൻ കേട്ടു. നിന്നത്രയും പറഞ്ഞില്ലല്ലോ. അല്ല, എന്നെയും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഓൾറെഡി അവിടെ പുറത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു. അവന് ഓവർ റിയാക്ട് ചെയ്യണത്, അത് വിട്. ഇത്രയും